ഹലോ, നമസ്കാരം. ദ റെഡ് പോയിൻറ്റ് അരുണ ബിന്ദു എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ പേര് അരുൺ. അപ്പോൾ എല്ലാവർക്കും മുൻകൂർ പുതുവത്സരാശംസകൾ 2025. എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നമ്മളെല്ലാവരും ഒരു സുഹൃത്തുക്കളെ ഒരഭിപ്രായങ്ങൾ പറയുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ചിട്ട് എന്താണ് ഒരു എന്തെങ്കിലും ഒരു കണ്ടൻ്റൊന്നും ഇതുവരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. അതിന് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണമൊക്കെ വേണം. അതിന് എല്ലാവരും കൂടി ചേർന്നൊരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അതാത് ആൾക്കാരുടെ അഭിപ്രായങ്ങളും അവരവരുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ടും അതെല്ലാം നേരിട്ടായാലും എങ്ങനെ വേണമെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ തുടങ്ങിയതാണ്, അല്ലാതെ ഒരു വരുമാന സ്രോതസ്സായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടല്ല. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതൊക്കെ പിന്നെ എല്ലാ യൂട്യൂബ് ചാനലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. ഇന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ഇന്ന കണ്ടൻറ്റിൽ മുന്നോട്ട് പോവുക എന്നൊന്നും തീരുമാനിച്ചിട്ടൊന്നുമല്ല. എന്നാൽ ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സിനോ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കോ കൂടുതൽ ഇഷ്ടമുള്ളൊരു ടോപ്പിക്ക് കിട്ടുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അപ്പോൾ ചെയ്യാം. ഇപ്പം തൽക്കാലം ഉള്ളതിലൂടെ പോകുക, ഇല്ലെങ്കിൽ ഉള്ള രീതിയിൽ നമുക്ക് സംസാരിക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ കരുതുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയേ, ഇല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ ഉള്ളതാണ്, എന്തിനു വേണ്ടിയിട്ട് തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരവൊന്നും ഇപ്പോൾ ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിക്കോ ഇല്ലെങ്കിൽ ഒരു കണ്ടൻറ്റോ കണ്ടുപിടിച്ചിട്ടല്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. വെറുതെ ഇരിക്കുമ്പോൾ തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനെല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ടോപ്പിക് ഒരു ജനറലൈസ് മാറ്റം വരുത്താൻ രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഒരുമിച്ച് വരികയാണെങ്കിൽ ഒന്നിച്ച് നിന്നിട്ട് അതിനനുസരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ പുതിയൊരു വർഷം വരികയാണ്. അപ്പോൾ എന്തായാലും ഓരോരുത്തരും ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കണോ ഇല്ലെങ്കിൽ നോക്കാം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ എല്ലാവരും അപ്പോൾ ഇതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇഷ്ടമായാലും അല്ലെങ്കിലും ഇനി എന്താണെങ്കിലും അത് കമൻ്റായി രേഖപ്പെടുത്തുക. അതെല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കണം. പിന്നെ ഇപ്പോൾ ആദ്യം തുടക്കം എളുപ്പത്തിന് എന്ത് കണ്ടൻറ്റ് കിട്ടണോ ഇല്ലെങ്കിൽ എന്താണ് സംസാരിക്കാൻ തോന്നുന്നത് വെച്ചാൽ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളൂ. അതിലിപ്പോൾ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഇതൊക്കെ പറയുകയാണെങ്കിൽ പോലും അതൊന്നൊരു വിരോധം വെച്ചിട്ടല്ല, രാഷ്ട്രീയത്തിലേക്ക് പോകുന്നില്ല, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് മതപരമായ കാര്യങ്ങളെക്കുറിച്ചൊന്നും പോകുന്നില്ല. പക്ഷേ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയും. അത് ഹിന്ദു മതത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഭഗവത്ഗീത പോലുള്ള കാര്യങ്ങളോ രാമായണം പോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതൊരു ഇതിൻ്റെ രീതിയിലൊന്നും അല്ല. ഒരു സാധാരണ നമ്മുടെ ആത്മീയ രീതിയിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മളിത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ ഒരു ഭഗവത്ഗീത ശ്ലോകം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം പറയണു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ടോപ്പിക്കായാലും ജനറലൈസ് ആയിട്ട് പൊതു എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോൾ അതും നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായത്തിലൂടെ പറയുക, അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിപ്പോൾ തിരിച്ചു ആവാമല്ലോ. കാരണം ഇപ്പോൾ ഞാനൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിർത്തും അനുകൂലിച്ചും ആളുകളുണ്ടാവും എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ അത് ഏതൊരു വ്യക്തിക്കും നമുക്ക് ആർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് പ്രധാന മതങ്ങളെടുത്താൽ പോലെ അവരുടെ ഒന്നും നേതാക്കളഞ്ഞ് മതങ്ങളായിക്കോട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കോട്ടെ, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് രാജാക്കന്മാരായിക്കോട്ടെ, ഇല്ലെങ്കിൽ ഏത് ആണെങ്കിലും അമ്മയെ തല്ലിയ രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന പോലെ തന്നെ എന്ത് കാര്യത്തിനും രണ്ടഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ എന്നോട് കൂടുന്നവരായാലും എതിർപ്പുള്ളവരായാലും രണ്ട് കൂട്ടരായാലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ചാനൽ നമുക്ക് എല്ലാവരുടെയും കൂടെ അഭിപ്രായം എന്നുള്ളൊരു ഫ്രണ്ട്സ്, ഒരു സുഹൃത്ത് വലയം എന്ന രീതിയിൽ മാത്രമേ ഈ ചാനൽ കൊണ്ടുപോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളിയായിട്ടല്ല, ആരെയും വെല്ലുവിളിക്കല്ല, ആരെയും താഴ്ത്തിക്കെട്ടല്ല, ഇകഴ്ത്തിക്കെട്ടല്ല, പ്രത്യേകിച്ച് ആരും ഉയർത്തുന്നതല്ല.
മനസ്സിൽ തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തെറ്റുണ്ടാവാം, തിരുത്താൻ ഞാനും തയ്യാറാണ്. അതുപോലെ തന്നെ നല്ലതാവാം, സപ്പോർട്ട് ചെയ്യും. അതിനനുസരിച്ച് അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെയായി എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും അരുണബിന്ദു ഇല്ലെങ്കിൽ ദ റെഡ് പോയിൻ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ നമുക്ക് ചാനൽ തുടങ്ങാം. 2025 എന്ന പുതുവർഷം വരവേൽക്കുമ്പോൾ അത് നമ്മുടെയും കൂടെ ചാനലിൻ്റെ കൂടെ ആയിക്കോട്ടെ, നമുക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാവുന്ന രീതിയിലായിക്കോട്ടെ എന്ന രീതിയിൽ അതിന് രാഷ്ട്രീയപരമായിട്ടുള്ള സാമൂഹ്യപരമായിട്ടുള്ള മാത്രമല്ല ആത്മീയപരമായിട്ടുള്ള പോസ്റ്റുകളും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ വിധത്തിലും ഒരു പ്രത്യേക ഒരു ടോപ്പിക്കിലൂടെ അല്ല പോകുന്നത് എന്നുള്ളത് കൊണ്ട് അതുവരെ ഇഷ്ടമുള്ള ടോപ്പിക്കുകളെക്കുറിച്ചോ അഭിപ്രായങ്ങളെക്കുറിച്ചോ കണ്ടൻറ്റുകളെക്കുറിച്ചോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി.